ഓൾ കേരള എക്സൈസ് കൺട്രോൾ റൂം നമ്പർ അത് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻഫോർമേഷൻ പുറത്ത് നമ്പർ ആരും പറയില്ല, നടപടി ഉണ്ടാവും. 9447178000 9447178000. നിങ്ങൾക്ക് ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ SMS അയച്ചാലും മതി. രണ്ടാമത്തെ നമ്പർ കേരള പോലീസിൻ്റെ ആണ്. 99596666 99959666. വീണ്ടും 66. ദേവിയത് പോലീസിനോട്, എക്സൈസിനോട്, സമൂഹത്തിലേക്ക് എവിടെ ഇതൊക്കെ ചെയ്യാനുള്ള ആളുകൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റും. അവർ പോലീസിൻ്റെ വലയിലോ അല്ലെങ്കിൽ എക്സൈസിൻ്റെ വലയിലോ കൊണ്ടുവരാതെ രണ്ടും പോലീസും എക്സൈസിനോടും ഇവർ ശക്തിപ്പെടുത്തണം, ഇൻഫോർമേഷൻ തരണം. ബാക്കി അവർ ചെയ്തോളും. പഞ്ചായത്ത് മീറ്റിങ്ങുകളിലോ സബ് ഇൻസ്പെക്ടറിനോ ഇൻസ്പെക്ടറിനോ വിളിച്ചാൽ അവർ വരും. കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. പഞ്ചായത്ത് വഴി, ഇല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി വഴി ലോക്കൽ ഇൻസ്പെക്ടർമാർ, ലോക്കൽ എക്സൈസ് ഓഫീസർമാർ അവരെ വിളിക്കണം. എവിടൊക്കെയാണ് പ്രോബ്ലം അത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ഇവിടെ കുട്ടികൾക്ക് സംബന്ധിച്ച് അവരെ കൂടുതൽ മാർച്ച് കൊണ്ടുവരാൻ ആരും അവരെ ശല്യപ്പെടുത്തരുത്. മാത്രമല്ല അവരെ എപ്പോഴും അവർ ബിസി ആക്കണം. അവർക്ക് എന്താണ് ഇഷ്ടം, അവരുടെ ഹോബി അവർ 1 മണിക്കൂർ പോലെ ചെയ്താലും അവർ അങ്ങോട്ട് പോയിക്കോളും. അവർ ആ രീതിയിൽ പോയാൽ പിന്നെ അവർക്ക് ലഹരിനെ സംബന്ധിച്ച് സമയവും ഉണ്ടാവില്ല. അവർക്ക് ഈ കാരണം കൊണ്ട് അവർക്ക് സുഹൃത്തുക്കളെ കാണാനും നേരവും ഉണ്ടാവില്ല. എത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ പോയി അത് ഒരു പാരൻസ് ചിന്തിക്കണം. കുട്ടികളുടെ കൂടെ ഈ അച്ഛന്മാർ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്ത നിങ്ങൾ 1/2 മണിക്കൂറെങ്കിലും 10 മിനിറ്റെങ്കിലും ഒന്ന് ആദ്യത്തെ ഇരിക്കാൻ തുടങ്ങുക. ഫോണൊന്നും വേണ്ട, ആരുടെയും ഫോൺ വേണ്ട. 10 മിനിറ്റ്. എന്താണ് ഒരു ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഒരു ഫോൺ ഒഴിവാക്കാതെ ബുദ്ധിമുട്ടുണ്ടോ? അതും നമ്മൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുമിച്ച് നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ആഹാരം കഴിക്കുന്നുണ്ടോ? അതെങ്കിലും ഒന്ന് തുടങ്ങിക്കുക. ആഹാരം കഴിക്കുമ്പോൾ വൈകുന്നേരം എല്ലാ ആളുകളും ഒരുമിച്ച് ആഹാരം കഴിക്കും. ആ സമയത്ത് ആരുടെ മൊബൈൽ ഫോൺ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ചെയ്ത് തുടങ്ങിയാൽ എന്താ ഇത് കുറയൂല്ലേ? തീർച്ചയായിട്ടും കുറയും. ഇത്രയും കാര്യങ്ങൾ പലരും നിർത്തുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ ഒരു വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കണം. ഇതിന് നല്ല ഫലമുണ്ടാവും കരുതി ആ വിശ്വാസം കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.